നമസ്കാരം. നമ്മളുടെ ജി എസ് ടിയിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ, അതായത് ടാക്സ് കാറ്റഗറി ചേഞ്ച് അയക്കുന്ന ആ ഒരു അപ്ഡേഷൻ നമ്മളുടെ സോഫ്റ്റ്വെയറിനകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് ടാക്സ് ചേഞ്ച് വന്നേക്കുന്ന കാറ്റഗറികൾ, അതായത് 12% വന്നേക്കുന്ന മാറ്റങ്ങളുണ്ട്, 28% വന്നേക്കുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇത്ര നാളും നമ്മൾ 28%-ലും 12%-ലും പർച്ചേസും സെയിലും ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റുകൾ ഇനി മുതൽ അത് വേറൊരു ടാക്സ് കാറ്റഗറിയിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ, നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന ബില്ലുകൾ മോഡിഫിക്കേഷൻ ചെയ്ത് ശരിയാക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇതുവരെ നമ്മളിപ്പോൾ ഈ ടാക്സി കാറ്റഗറി മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രീവിയസ് ട്രാൻസാക്ഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, അല്ലെങ്കിൽ അത് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് എല്ലാവർക്കും മെയിനായിട്ട് വരുന്നൊരു കൺഫ്യൂഷൻ. അത് നിങ്ങൾക്ക് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐറ്റത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ടാക്സി കാറ്റഗറി നമ്മൾ തന്നെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് അതൊരു 12% ടാക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ആ 12% ടാക്സ് നമ്മൾ നേരിട്ട് പോയിട്ട് ഐറ്റം മോഡിഫിക്കേഷൻ വിൻഡോയിൽ പോയിട്ട് നമ്മളത് 12-ന്ന് 18-ലേക്ക് പോണ ഒരു ഐറ്റം ആണെങ്കിൽ 12 to 8 12 എന്നുള്ളത് മാറ്റി അവിടെ 18% ഇട്ട് കൊടുത്താൽ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയേക്കുന്ന ട്രാൻസാക്ഷൻ എല്ലാം ഡിസ്റ്റർബ് ആവും, നമ്മളുടെ റിപ്പോർട്ടുകളെല്ലാം ഡിസ്റ്റർബ് ആവും. പക്ഷേ അതിന് ശേഷം ബില്ല് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനകത്തൊക്കെ അത് കറക്റ്റ് ആവുകയും ചെയ്യും. പക്ഷെ നമുക്കിത് രണ്ടും വേണം. ഇതിന് മുമ്പ് നടത്തിയേക്കുന്ന ട്രാൻസാക്ഷൻസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇനി തൊട്ട് വരുന്ന ട്രാൻസാക്ഷൻ്റെ അകത്ത് ഈ ഒരു ചേഞ്ച് അഫക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടേക്കുന്ന അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ എടുക്കുക, മാസ്റ്റേഴ്സ് എടുക്കുക, ഐറ്റം എടുക്കുക, ലിസ്റ്റ് കൊടുക്കുക. ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് സ്ക്രീന്, പ്രിൻ്റർ 2 ഓപ്ഷനാണുള്ളത്. സ്ക്രീൻ സെലക്ട് ചെയ്യുക. റിപ്പോർട്ട് ഓപ്ഷനകത്ത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഐറ്റംസ് ലിസ്റ്റ് ഓൾ ഐറ്റംസ് കൊടുക്കുക. ഇവിടെ ഫിൽറ്റർ ഓൺ ടാക്സി കാറ്റഗറി എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ എസ് കൊടുത്തിട്ട് ഇപ്പോൾ എനിക്ക് 12% മാത്രമാണ് കിട്ടേണ്ടതെങ്കിൽ എനിക്കിതാ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ 12% മാത്രം പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ കിട്ടും. ഇനി അതല്ല, എനിക്ക് 28% മാത്രം മതിയെങ്കിൽ 28% മാത്രം നമുക്കിവിടെ കിട്ടും. ഓക്കെ, പക്ഷെ നമുക്കിതങ്ങനെയല്ല വേണ്ടത്. നമുക്ക് എല്ലാ ഐറ്റംസും വേണം. അതുപോലെ തന്നെ ഷോ ടാക്സി കാറ്റഗറി ഓൾസോ എന്നുള്ളത് യെസ് ആക്കി കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ നമ്മളുടെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റും നമുക്കിവിടെ വരും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കിട്ടും. ഡോർ അസംബ്ലി എത്രയാണ്, GST 18% എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഓക്കെ, ഒന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യാം. ഇത് ഫസ്റ്റ് ഐറ്റത്തിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റും ഡൗൺ കീയും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെലക്ഷൻ കിട്ടും. ഇത് ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ ആണെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ ഒന്നെങ്കിൽ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലും നമുക്കിത് നമ്മുടെ ഒരു എക്സൽ ഫോർമാറ്റിലേക്ക് നമുക്കിത് എക്സ്പോർട്ട് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഫുൾ സെലക്ട് ചെയ്തു. ഇവിടെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, 500 ഐറ്റംസേ ഉള്ളൂ. ഞാനിത് Ctrl+C കോപ്പി ചെയ്തു. ഇവിടെ ഒരു എക്സൽ ഷീറ്റ് എടുത്തു, ഇത് ഇവിടെ പേസ്റ്റ് ചെയ്തു. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. നമുക്കിനി ഇത് ഫുള്ളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഇടാം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ടാക്സി കാറ്റഗറി അനുസരിച്ച് നമുക്കിവിടെ ഫിൽറ്റർ എടുക്കാം. അപ്പോൾ എനിക്ക് 12 മാത്രം മതിയെങ്കിൽ 12 മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ 12-ൻ്റെ മാത്രം പ്രൊഡക്റ്റ് ലിസ്റ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് കുറേ ഐറ്റംസ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ എക്സലിലേക്ക് എടുത്തിട്ട് ചെയ്യൽ എളുപ്പമായിരിക്കും എന്ന് പറയുന്നത്. എക്സലിൽ നമ്മളിത് ഇപ്പോൾ 12-നെല്ലാം നമുക്ക് ഏതിലേക്ക് മാറ്റണം എന്നുള്ളത് നമുക്കിവിടെ ചേഞ്ചസ് വരുത്തി തിരിച്ച് ബൾക്കായിട്ട് സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അല്ലാത്തവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാക്സി കാറ്റഗറിയിൽ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന്
കംപ്ലീറ്റ് ആയിട്ട് ഒരു ടാക്സ് കാറ്റഗറിയിലുള്ള കംപ്ലീറ്റ് ഐറ്റംസും വേറൊരു ടാക്സ് കാറ്റഗറിയിലേക്ക് മാറുന്നു. അത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 28%. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും 18ലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ 28% എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇനി ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അഡ്മിനിസ്ട്രേഷൻ എടുക്കുക, മാസ്റ്റേഴ്സ് എടുക്കുക, അവിടെ ടാക്സ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള മെനു ഉണ്ട്, അതെടുക്കുക, അതിൽ പോയിട്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ 28% സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 28% നമുക്ക് ഇങ്ങനെ ഇവിടെ കിട്ടും. ഇതിൻ്റെ താഴെ ഇതുണ്ട്, വിത്ത് എഫക്റ്റ് ഫ്രം ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്സ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വിത്ത് എഫക്റ്റ് ഫ്രം 22/9/25 IGST ടാക്സ് പെർസെൻറ്റേജ്. ഇത് എത്രയിലേക്കാണ് പോകുന്നത്? 18ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 18 എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ CGST 9, SGST 9 ടാക്സ് ടൈപ്പിൻ്റെ അവിടെ ഒന്നും ചെയ്യേണ്ട, പ്രൈസ് ബേസ്ഡ് ഓൺ അതിൻ്റെ അവിടെ ഒന്നും ചെയ്യേണ്ട, ഇത് നേരെ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു ടാക്സ് കാറ്റഗറിയിൽ നമ്മളൊരു ചെറിയ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ടാക്സ് കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റംസും വേറൊരു ടാക്സ് കാറ്റഗറിയിലേക്ക് മാറുവാണെങ്കിൽ മാത്രമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പോൾ 28ൽ ഇങ്ങനെ, ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെയാണ് വേണ്ടത്. ഇവരുടെ കമ്പനിയിൽ 28ലുള്ള എല്ലാ ഐറ്റംസും 18ലേക്ക് മാറണം. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും ഒരു സെയിൽസ് വിൻഡോ ഓപ്പൺ ആക്കുന്നു. നമ്മൾ 28ലുള്ള ഒരു ടാക്സ് ഉള്ള ഒരു ഐറ്റം നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കാം. ഇത് ബ്ലോവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ബ്ലോവർ. അത് 28% ആണ്. ബ്ലോവർ ഇത് 20/9 നമ്മളിപ്പോൾ ഇവിടെ ബില്ല് ചെയ്തേക്കുന്നത്. 20/9 ബില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് വന്നേക്കുന്നത് 28% തന്നെയാണ്. കണ്ടോ, നമ്മൾ ബ്ലോവർ എടുത്തു, ഒരു ക്വാണ്ടിറ്റി കൊടുത്തു, അതിൻ്റെ പ്രൈസ് നമ്മളൊരു 500 ആണ് കൊടുക്കുന്നതെങ്കിൽ 500 + 28% ചേർത്തിട്ട് നമുക്കിവിടെ കിട്ടും. ടാക്സിൻ്റെ സമ്മർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. 14 + 14 ആണ് ഇവിടെ വന്നേക്കുന്നത്. ടോട്ടൽ അതിൻ്റെ ടാക്സ് ഇത്രയും വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സെയിം ഐറ്റം ബ്ലോവറാണ്. ഈ സെയിം ഐറ്റം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടെടുക്കാം. തീയതിയാണ് വിത്ത് എഫക്റ്റ് ഫ്രം നമ്മൾ കൊടുത്തേക്കുന്നത്. ബ്ലോവർ 9 + 9 ആയി. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെയിൽ ടൈപ്പ് സെയിം തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഡേറ്റ് മാത്രമാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളവിടെ ടാക്സ് 28%ൻ്റെ ടാക്സ് കാറ്റഗറിക്കകത്ത് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്. 22/9/2025 മുതൽ ഈ ടാക്സ് 18% ആണ് എന്നുള്ളൊരു ഇൻപുട്ട് മാത്രമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇനി ഇത് 21 ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ 14 + 14 28ലായിരിക്കും ബില്ലിങ് നടക്കുക. 21 കൊടുത്തു. ലോവർ 28%ലാണ് ബില്ലിങ് വന്നേക്കുന്നത്. 22 മുതൽ 22/9 മുതൽ ഇതിൻ്റെ ടാക്സ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഐറ്റംസും നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ഐറ്റംസ്, ഞാൻ പറയുന്നത് 28 ടാക്സ് കാറ്റഗറിയിലുള്ള കംപ്ലീറ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ GSTയുടെ റെക്കോർഡ്സിലുള്ള കംപ്ലീറ്റ് ഐറ്റംസും മാറുന്നു എന്നുള്ളൊരു സിനാരിയോ അല്ല പറയുന്നത്. നമ്മുടെ കമ്പനിയിൽ വരുന്ന 28ലുള്ള കംപ്ലീറ്റ് ഐറ്റംസും വേറെ ടാക്സ് കാറ്റഗറിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ചെയ്യും. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് പാർഷ്യൽ ഐറ്റംസ് ടാക്സ് ചേഞ്ച് ആണ് വരുന്നത്. അതായത് നമുക്കിപ്പോൾ 12%ലുള്ള കുറച്ച് ഐറ്റംസ് 5ലേക്കും പോകുന്നു, 12%ഉള്ള കുറച്ച് ഐറ്റംസ് 18ലേക്കും പോകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇത് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് 12%ൽ പോയിട്ട് വിത്ത് എഫക്റ്റ് ഫ്രം ഇന്ന ഡേറ്റ് എന്ന് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവും. അപ്പോൾ അത് നമുക്ക് അവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ നമുക്ക് വേറൊരു ഇതാണ് ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം.
അതിന് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റ് നോക്കിയോട്ടെ, 12 ഒരു പ്രൊഡക്റ്റ് നോക്കട്ടെ. ത്രീ കോർ വയർ 12% ആണ് കിടക്കുന്നത്. ഇതിൽ കിടക്കുന്ന ഐറ്റംസ് ഇതിൻ്റെ ടാക്സ് കാറ്റഗറി നോക്കണ്ട. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഡേറ്റയാണ്, ഇത് ശരിയാവണമെന്നില്ല. പക്ഷേ ഞാൻ ഇതിപ്പോൾ 3 കോർ വയർ 12% ആണ് കിടക്കുന്നത്. ഈ 12%ൻ്റെ ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് പുതിയൊരു ടാക്സ് കാറ്റഗറി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പുതിയതായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ മോഡിഫൈയിൽ പോവാം. ഇപ്പോൾ 12 ആണല്ലോ നമ്മൾ എടുക്കുന്നത്. 12 സെലക്ട് ചെയ്യുക. 12 സെലക്ട് ചെയ്തിട്ട് ആ 12ൻ്റെ ടാക്സ് ഇവിടെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? കോപ്പി F12 കോപ്പി, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മാസ്റ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ ടാക്സ് കാറ്റഗറിയുടെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഇവിടെ GST 12% ടു 5 മാറ്റേണ്ട ഐറ്റംസിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നത്. 5% ഇങ്ങനെ വെക്കുന്നു. വിത്ത് എഫക്റ്റ് ഫ്രമിൻ്റെ അവിടെ 22.9 കൊടുക്കുന്നു. ഇനി അടുത്ത ഇതിലേക്കാണ് പോകുന്നത്, 5%ലേക്കാണ് പോകുന്നത്. അപ്പോൾ 2.5 പ്ലസ് 2.5 വന്നിട്ടുണ്ട്. സേവ് കൊടുക്കുക. അതായത് GST 12% ടു 5%, അതാണ് ഈ ഒരു കാറ്റഗറി. ഓക്കെ, ഇത് ഞാനിങ്ങനെ സേവ് ചെയ്യുന്നു. അടുത്തത് വീണ്ടും ഞാനൊരു കോപ്പിയും കൂടെ എടുക്കുന്നു. നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് കറക്റ്റായിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് ഞാൻ 18 മാറ്റാനുള്ള ഐറ്റംസിന് വേണ്ടിയിട്ടാണ്. ആക്കി. അതായത് 12%ൻ്റെ ടാക്സ് കാറ്റഗറിയിലുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ 5 കുറച്ച് പ്രോഡക്റ്റ് 18 പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 അഡീഷണൽ ടാക്സ് കാറ്റഗറികൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 12%ൻ്റെ ടാക്സ് കാറ്റഗറി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് F12 കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡ് കൊടുത്തിട്ട് ആ 12%ൻ്റെ ടാക്സ് കാറ്റഗറീനെ കോപ്പി എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് ആ കോപ്പിയിലാണ് ഞാൻ മോഡിഫിക്കേഷൻ വരുത്തുന്നത്. ഒറിജിനൽ 12% ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടാമത്തത്, ആദ്യത്തെ 5ൻ്റെ ഞാൻ ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത്തത് 18ൻ്റെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 2 കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇത് 1 by 1 ആയിട്ട് ഓരോന്ന് പോയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇവിടെ 12%ൽ കിടക്കുന്ന ഓരോ ഐറ്റംസും നമുക്ക് പോയിട്ട് മോഡിഫൈ ചെയ്യും. ഇപ്പം 3 കോർ വയറാണ്. 3 കോർ വയർ 18 പോകേണ്ടതാണ്. എനിക്ക് ഈ ഡേക്കിൻ സർവീസ് ചാർജ് ഇത്രയും സാധനങ്ങൾ മാത്രം 18 ബാക്കി ജനറലിലുള്ളതെല്ലാം 5 പോകേണ്ടതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം. ഇവിടെ മാസ്റ്റേഴ്സിൻ്റെ താഴെ ബൾക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇതുണ്ട്, ചെക്ക് അപ്ഡേറ്റ് ഐറ്റം HSN ടാക്സ് കാറ്റഗറി. ഇത് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഗ്രൂപ്പ് ഓൾ സെലക്റ്റഡ്, ഇങ്ങനെ 3 ഓപ്ഷനുണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് വൈസിൽ ഐറ്റംസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് മാറ്റാനായിട്ടുള്ളതാണ് ഈ ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ജനറൽ എടുക്കുന്നു. ജനറൽ ഒത്തിരി ഉണ്ടാവും ഐറ്റംസ്. ഇവിടെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫിൽറ്ററിൽ പോകുന്നു, ടാക്സ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഇവിടെ 12%, അവിടെ ഈ ടാക്സ് കാറ്റഗറിയിലുള്ള അതേ പേര് തന്നെ കൊടുക്കണം. GST സ്പേസ് 12%. ഇപ്പോൾ GST 12% മാത്രമാണ് ഇവിടെ വന്നേക്കുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പോൾ GST 12% മാത്രമാണ് വന്നേക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 3 കോർ വയറാണല്ലോ പറഞ്ഞത്. ഇത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതെല്ലാം എനിക്ക് 5 പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ 12 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ 12 to 8ഉം 12 to 5 ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 12 to 5 ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 3 കോർ വയർ 12 to 5 ആക്കി സേവ് ചെയ്യാം.
ഇല്ലെങ്കിൽ എനിക്ക് ഈ 12 to 5 എല്ലാത്തിലും ഇവിടെ അപ്ലൈ ചെയ്യാം. ഞാൻ വെറുതെ 12 എന്ന് അടിച്ചാൽ മതി, 12 to 5 ഇവിടെ വരും. ഇതിങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് സോറി അങ്ങനെയല്ല ചെയ്യേണ്ട, കോപ്പി അല്ല എടുക്കേണ്ടത്. എനിക്കിവിടെ ഒരുമിച്ച് ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് ഇവിടെ എക്സലിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും ഫിൽട്ടർ ചെയ്യുന്നു. ഇപ്പം ഇങ്ങനെ എനിക്ക് കിട്ടി, കണ്ടോ ഇങ്ങനെ കിട്ടി. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ബിസിയിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് എക്സസ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ F9 അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ ജനറൽ ഗ്രൂപ്പിലുള്ള എല്ലാ ഐറ്റംസിൻ്റെയും 12 to 5 മാറി. ജനറൽ ഗ്രൂപ്പിലുള്ള 12% ടാക്സ് കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റംസും 12 to 5 മാറ്റി. ഇനി എനിക്കിതല്ലാതെ വേറെയും കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്, അതിപ്പോഴും 12 തന്നെയാണുള്ളത്. അതെനിക്കത് 18 മാറ്റേണ്ടത്. ഓക്കെ, ഇത് ഞാനിവിടെ അപ്ഡേറ്റ് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഐറ്റംസ് എല്ലാം 28 മാസ്റ്റേഴ്സ് മോഡിഫൈ ചെയ്യും. ഇനി നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് നോക്കാൻ പോണത് 3 core വയർ ആണല്ലോ. ഐറ്റം വൈസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പം ഡേറ്റ് കിടക്കുന്ന 20/9 3 core വയർ. ഇപ്പം 12% ആണ് വന്നേക്കുന്നത് 20/9. 22/9 എടുക്കുന്നു. സോറി, ഇത് ഐറ്റം വൈസ് ആണ് കിടക്കുന്നത്. LGST നമുക്ക് വേണ്ടത്. ഡേറ്റ് മാറ്റി 22/9 ഇട്ടപ്പോൾ 2.5 + 2.5, ദാറ്റ് മീൻസ് 5% ടാക്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു റേറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു 500 കൊടുക്കുകയാണെങ്കിൽ 5% ആണ് ഇവിടെ കാൽക്കുലേഷൻ നടത്തിയേക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാലൻസ് ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമുക്ക് വീണ്ടും 18 മാറ്റണം. ബൾക്ക് അപ്ഡേഷൻ തന്നെ വീണ്ടും എടുക്കുന്നു. HSN ടാക്സ് കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഗ്രൂപ്പ് തന്നെ സെലക്ട് ചെയ്യുന്നു. ജനറൽ സെലക്ട് ചെയ്യുന്നു. ഫിൽട്ടർ ഓപ്ഷൻ കൊടുക്കുന്നു. GST 12% തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഞാനത് 12% കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. പിന്നെ ഇതിനകത്തുനിന്ന് തന്നെ കുറച്ച് ഐറ്റംസ് നമുക്ക് 12 to 18 മാറ്റാനുള്ളതാണെങ്കിൽ ഇവിടെ വന്നിട്ട് 12 to 18 സെലക്ട് ചെയ്യുക. Ctrl+C, ഇവിടെ എക്സലിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കോപ്പി എടുക്കുക. വീണ്ടും Ctrl+C അടിക്കുക. എക്സസ് ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ അത് 12 to 18% വന്നേക്കുന്ന വയർ സ്ട്രിപ്പർ കട്ടർ. ഈ ഒരു പ്രൊഡക്റ്റ് 12 to 18 വന്നേക്കുന്നത്. വയർ സ്ട്രിപ്പർ കട്ടർ. ഇരുപതാണ് ഡേറ്റ്. 12 ആണ് ഇവിടെ ഇപ്പോൾ വന്നേക്കുന്നത്. 20 ഡേറ്റ്, 22 ഡേറ്റ് ആക്കുന്നു. മാറി. ഓക്കെ, ഇതാണ് നമ്മൾ ടാക്സ് കാറ്റഗറി ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. ഞാൻ ഇതിനകത്ത് ചെയ്ത സമയത്ത് ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റംസും 12 മാറ്റുന്നതിന് പകരം ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാ 12% ടാക്സ് ഐറ്റംസും എനിക്ക് മാറ്റേണ്ടായിരുന്നു. എനിക്ക് 12%ലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാത്തിലും കൂടെ ഒരുമിച്ച്
കോപ്പി ആയതുകൊണ്ടാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് മാറിയത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത്. ഇത് ഫിൽറ്റർ ഓപ്ഷൻ എടുത്ത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അഡ്മിനിസ്ട്രേഷനിൽ പോവുക, ബൾക്ക് അപ്ഡേഷൻ എടുക്കുക, ചെക്ക് ഐറ്റം കാറ്റഗറി എന്നുള്ളിടത്ത് പോയിട്ട് ഒന്നുകിൽ ഓൾ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സെലക്റ്റഡ്. ഇതിനകത്ത് ഇപ്പോൾ ഗ്രൂപ്പ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കൂടെ ഒരുമിച്ച് ഇവിടെ കിട്ടും. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അപ്ഡേറ്റ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഈ 12% മാത്രം ചെയ്യാൻ. അല്ലെങ്കിൽ ഇതാ ഇവിടെ വരുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പി എടുക്കുക. Ctrl+C കോപ്പി എടുത്തിട്ട് ഇവിടെ എക്സലിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് വരുത്താം. ഇവിടെ ചേഞ്ചസ് വരുത്തിയിട്ട് തിരിച്ച് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ആവുന്നുണ്ട്. 500 ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എക്സലിൽ പ്രിപ്പയർ ചെയ്ത ഡാറ്റ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്താലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. ഒരു 30 സെക്കൻഡ്സ് എടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ കോപ്പി ചെയ്യാനായിട്ട്. ഇതിന് സേവ് കൊടുക്കാനായിട്ട്, ഇത് സേവ് ആകാനായിട്ട് കുറച്ച് സമയം എടുക്കും. വൺസ് ഇത് സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബില്ലിങ് പ്രോപ്പറായിട്ട് നടന്നോളൂ. ഇതിന് മുമ്പത്തെ ഡേറ്റിലുള്ള, അതായത് 22-ാം തീയതിക്ക് മുമ്പിൽ നമ്മൾ ഏത് ബില്ല് ചെയ്ത 21-ാം തീയതി വരെയുള്ള ബില്ലിങ്ങിൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാക്സ് കാറ്റഗറി തന്നെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ആ റിപ്പോർട്ടുകളൊന്നും ഡിസ്റ്റർബ് ആവത്തില്ല. 22-ാം തീയതിക്ക് ശേഷമുള്ള റിപ്പോർട്ടുകളിൽ മാത്രമായിരിക്കും ഈ ചേഞ്ചസ് വരികയും ചെയ്യുന്നത്. ഇത് കറക്റ്റ് 22-ാം തീയതി ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ഏത് ദിവസം വേണമെങ്കിലും ഇത് ചെയ്യാം, കുഴപ്പമില്ല. കാരണം നമ്മളൊരു വിത്ത് എഫക്റ്റ് ഫ്രം ആ ഒരു ഡേറ്റ് കൊടുക്കുന്നത് കൊണ്ട് ആ ഡേറ്റിന് ശേഷം ബില്ലടിച്ചെങ്കിൽ മാത്രമേ ആ ഡിഫറൻസ് വരുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഇപ്പോൾ വന്നേക്കുന്ന ടാക്സ് ചേഞ്ചിൽ നമ്മുടെ ബിസി സോഫ്റ്റ്വെയറിനകത്ത് ചെയ്യാൻ പറ്റും. വേറെ ഇഷ്ടംപോലെ അപ്ഡേഷൻസ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് ഇപ്പോൾ എല്ലാം 521 മാസ്റ്റർ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോയിട്ട് ഐറ്റംസിൽ പോയിട്ട് ലിസ്റ്റ് എടുത്താൽ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.